കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ് 18-ാം തീയതി ഈ ഗവൺമെൻറ്, വി.ഡി. സതീശൻ ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരികയും അതിനുശേഷം നമുക്കറിയാം കെ.എം. ഷാജിയൊക്കെ മന്ത്രിയായി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി ചാർജ് എടുക്കുകയും ചെയ്തതിന് ശേഷം പുലിയും ഗർജിക്കുന്ന സിംഹവുമൊക്കെയായി മാറിക്കൊണ്ടിരുന്ന കെ.എം. ഷാജി പലപ്പോഴും എലിയായി പതുങ്ങുന്നതൊക്കെ തന്നെ നമ്മൾ പലതവണ കണ്ടിരിക്കുന്നു. അതിൽ കെ.എം. ഷാജിയുടെ പ്രസംഗം, അദ്ദേഹം നന്നായി ഒരു ഡയലോഗ് പ്രസൻറ്റ് ചെയ്യാൻ കഴിവുള്ള, മമ്മൂട്ടി കഴിഞ്ഞാൽ നന്നായി സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വോയിസ് മോഡുലേഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അദ്ദേഹം തെരുവോരങ്ങളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കും, ഏതൊരു അണികളുടേതും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. രോമകൂപങ്ങൾ വരെ എഴുന്നേറ്റ് നിൽക്കും എന്നുള്ളതാണ്, ഞാൻ തെറ്റിപ്പറഞ്ഞതല്ല. അപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഷാജിയുടെ വലിയ ഡയലോഗുകളാണ്. ആ ഡയലോഗുകളിൽ ഒന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി ഇടതുപക്ഷം നടപ്പിലാക്കിയപ്പോൾ പാഠപുസ്തകങ്ങളിൽ നിന്നിറങ്ങിപ്പോയ ഗാന്ധിജിയും നെഹ്റുവും അവർ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ PM ശ്രീ പിൻവലിക്കുമ്പോൾ, ഞങ്ങളിത് വീണ്ടും PM ശ്രീ അറബിക്കടലിലെറിയുമ്പോൾ അവർ പതുക്കെ പതുക്കെ ഈ പാഠപുസ്തകങ്ങളിലേക്ക് കയറി വരും എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പാഠപുസ്തകങ്ങളിലേക്ക്, ക്വിസ് കോമ്പറ്റീഷനിലേക്കുമൊക്കെ കയറി വരുന്നത് V.D. സവർക്കറാണ് എന്നുള്ളതാണ് വാസ്തവം. കൂടാതെ PM ശ്രീ പദ്ധതി ഞങ്ങൾ നടപ്പാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ നടപ്പാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് നിത്യാനന്ദ റായ് അടക്കം നിരവധി ആളുകൾ, കേന്ദ്രമന്ത്രിമാർ 2 പേരടക്കം പലരുമെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ നടപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ തന്നെ ഈ പ്രസംഗങ്ങൾ എടുത്തു വെച്ച് കാണിച്ചുകൊണ്ട് നിങ്ങളുടെ നിലപാടെന്താണ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് കെ.എം. ഷാജിക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ, V.D. സതീശന് ഒട്ടും ബാധകമല്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചോളം നിലപാട് മാറ്റം എന്നൊക്കെ പറയുന്നതിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. കാരണം അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും മാറ്റി പറയാം. കാരണം ഇതേ PM ശ്രീ തന്നെ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമായി പറയുന്നത് ഗം എന്ന് പറയുന്ന പരിപാടിയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ക്ലിപ്പ് കിട്ടിയിട്ട് കുറേ നാൾ കണ്ടില്ല, പക്ഷേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ ഗമ്മിലാണ് ഞാനിപ്പോൾ രണ്ടാമത് കണ്ടത്. ഏതാണ്ട് 2.5 മിനിറ്റ് എത്തുമ്പോഴേക്കും കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ആ കാണിക്കുന്നതിൽ അദ്ദേഹം പറയുന്നത് PM ശ്രീ നിങ്ങൾ നടപ്പാക്കുമെന്നേക്കും, ഞങ്ങൾ എന്താണ് നടപ്പാക്കണോ വേണ്ടതെന്ന് ഞങ്ങൾ ആലോചിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി അടുത്ത സെക്കൻഡിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഇത് നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ളത്, ഞങ്ങൾ ലെറ്റർ അയക്കും, ഞങ്ങൾ നടപ്പാക്കില്ല എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ അദ്ദേഹം പിന്മാറി. അങ്ങനെ പതുക്കെ പതുക്കെ കെ.എം. ഷാജിയും നമ്മളോട് അറബിക്കടൽ എന്നൊക്കെ ഞാൻ വെറുതെ ഒരു പ്രാസത്തിന് പറഞ്ഞതല്ലേ, വോട്ട് കിട്ടാനല്ലേ, നിങ്ങൾ അതൊക്കെ വെച്ച് എന്നെ എന്ത് ചെയ്യല്ലേ, ട്രോളല്ലേ എന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ വോട്ട് കിട്ടാനും സ്റ്റേജും മൈക്കും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പുള്ളിക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ആവേശം കയറും എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ആവേശകുമാരനായിട്ടുള്ള ഒരാളാണ് മറ്റേ BRM ഷെരീഫൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു കാര്യത്തിൽ കൂടി അദ്ദേഹം ഇപ്പോൾ എയറിൽ കയറിയിരിക്കുന്നു. അത് അമൃതാനന്ദമയിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. നമുക്കെല്ലാം അറിയാം, അമൃതാനന്ദമയിയെ കണ്ട് നമ്മുടെ സജി ചെറിയാൻ ഇവരെ ചെന്ന് കാണുകയും ഇവർ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു, ആശീർവദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ആശീർവദിക്കുന്നതൊക്കെ കണ്ടപ്പോഴേക്കും നമ്മുടെ ഷാജിക്കാക്ക് ആകെ ബേജാറായി. കാരണം ഷാജിക്കയുടെ ധാർമ്മികത ഉണർന്നു. ആ ധാർമ്മികത ഉണർന്നുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിൻ്റെ 20 സെക്കൻഡ് മാത്രമേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നുള്ളൂ. ആ 20 സെക്കൻഡ് ഒന്ന് കേൾക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ V.D. സതീശൻ മുഖ്യമന്ത്രി അമൃതാനന്ദയെ സന്ദർശിച്ചതിൻ്റെ ദൃശ്യങ്ങളും വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ വാർത്തകളിലേക്ക് കൂടി വരാം. തൽക്കാലം എന്താണ് ഈ പറയുന്ന മറ്റേ അദ്ദേഹത്തിൻ്റെ 20 സെക്കൻഡുള്ള ഒരു മറ്റേ പ്രസംഗം മാത്രം നിങ്ങളെ ഞാനൊന്ന് കേൾപ്പിക്കാം. ഞാൻ ഒന്നുകൂടി വെക്കാതെ, അമൃതാനന്ദമയി എന്ന് പറയുന്ന ആ ദൈവത്തെ സ്നേഹിച്ചോട്ടെ, ഇഷ്ടപ്പെട്ടോട്ടെ, ഉമ്മ വെച്ചോട്ടെ, കെട്ടിപ്പിടിച്ചോട്ടെ. ഇത്രയും ഷാജിക്കാക്ക് കുഴപ്പമില്ല. അപ്പോൾ അമൃതാനന്ദമയി എന്ന് പറയുന്ന ഒരു ആൾദൈവമാണ് എന്ന് പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് തർക്കമില്ല. രണ്ടാമത്തെ, അവരെ സ്നേഹിക്കുന്നതിലും പുള്ളിക്ക് പ്രശ്നമില്ല, അവരെ കെട്ടിപ്പിടിച്ച് വെക്കുന്നതിലോ ഉമ്മം വെക്കുന്നതിലോ ഒന്നും പുള്ളിക്ക് പ്രശ്നമില്ല. പക്ഷെ പുള്ളിക്കുള്ള പ്രശ്നം എന്താണ് എന്നുള്ളത് പുള്ളി കൃത്യമായി പറയുന്നുണ്ട്. ഇതും കൂടി കേട്ട് കഴിയുമ്പോൾ ഷാജിക്ക് തന്നെ നിന്ന് അറബിക്കടലിൽ ചാടുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. എന്താണെങ്കിലും ബാക്കി കൂടി നമുക്കൊന്ന് കേൾക്കാം. അതിനു മുമ്പ് ഇതൊന്നുകൂടി കേൾക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കൂടി ഒന്ന് കേൾക്കാം. അമൃതാനന്ദമയി എന്ന് പറയുന്ന ആ ദൈവത്തെ സ്നേഹിച്ചോട്ടെ, ഇഷ്ടപ്പെട്ടോട്ടെ, ഉമ്മ വെച്ചോട്ടെ, കെട്ടിപ്പിടിച്ചോട്ടെ. പക്ഷെ അതൊരു മന്ത്രി ചെയ്യുമ്പോ അമൃതാനന്ദമയി എന്ന ആ ദൈവത്തിന്റെ മാത്രമല്ല, അത് ദർഗയിൽ പോയി തുണി വിരിക്കുമ്പോഴും തെറ്റാണ്. അതൊരു മന്ത്രി ചെയ്യേണ്ടതല്ല, ഒരു മന്ത്രിയുടെ പണിയല്ല. അതാണ് പ്രശ്നം.
പറയുന്ന ആ ദൈവത്തെ സ്നേഹിച്ചോട്ടെ, ഇഷ്ടപ്പെട്ടോട്ടെ, ഉമ്മം വെച്ചോട്ടെ, കെട്ടിപ്പിടിച്ചോട്ടെ. പക്ഷെ അതൊരു മന്ത്രി ചെയ്യുമ്പോ അമൃതാനന്ദമയി എന്ന ആ ദൈവത്തിന്റെ മാത്രമല്ല, അത് ദർഗയിൽ പോയി തുണി വിരിക്കുമ്പോഴും തെറ്റാണ്. അതൊരു മന്ത്രി ചെയ്യേണ്ടതല്ല. ഒരു മന്ത്രി കേട്ടല്ലോ നിങ്ങൾ. അതായത് അതൊരു മന്ത്രി ചെയ്യേണ്ടതല്ല, മന്ത്രി ചെയ്യുന്നത് മോശമാണ് എന്നുള്ളതാണ് പ്രിയപ്പെട്ട നമ്മുടെ KM ഷാജി സാഹിബ് പറഞ്ഞേക്കണത്. പക്ഷെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ന്യായീകരണം പറയാം. കാരണം ഇത്തവണ ചെയ്തേക്കുന്നത് ഒരു മന്ത്രിയല്ല. കാരണം മന്ത്രി ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രി ചെയ്താൽ കുഴപ്പമില്ല എന്നുകൂടി ഷാജിക്ക് ഉടനെ തന്നെ വന്ന് പറയുമായിരിക്കും. അല്ലെങ്കിൽ ഷാജിക്ക് രണ്ടാമത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയുമായിരിക്കും, നിങ്ങളിപ്പോൾ ഞാനൊരു ആവേശത്തിന് എന്ത് ചെയ്തു, എന്തെങ്കിലും സ്റ്റേജിൽ കയറി വിളിച്ചു പറഞ്ഞു, അതൊക്കെ റോട്ടിൽ നിന്ന് പറയുന്നതാണ്. അതൊന്നും വലിയ ഗൗരവത്തിലെടുക്കണ്ട. നമ്മൾ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുത്താൽ മതി. അല്ലാതെ PM ശ്രീ ചവറ്റുകൊട്ടയിലിടും, അറബിക്കടലിലെറിയും, നെഹ്റുവും ഗാന്ധിജിയും ഒക്കെ കയറി വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ പറഞ്ഞാണ്. ഇപ്പോൾ അവരെയൊക്കെ അവിടെ തന്നെ നിന്നോട്ടെ, ഗാന്ധിജിയും നെഹ്റുവൊക്കെ അവിടെ തന്നെ നിന്നോട്ടെ എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ പറഞ്ഞു നിൽക്കാനുള്ള ഒരു വകുപ്പ്, ഇത് വെറും മന്ത്രിയല്ല, മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ പോകാം എന്നുകൂടി പറയുമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട ഷാജിക്ക്. എന്താണെങ്കിലും അദ്ദേഹം എയറിൽ നിന്ന് അടുത്തെങ്ങും ഇറങ്ങാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ 5 കൊല്ലത്തെ പ്രസംഗങ്ങളാണെങ്കിൽ പിന്നെയും ഇറങ്ങാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞ 10 കൊല്ലവും ഇതുപോലെ നാട് മുഴുവൻ നടന്ന് വലിയ വീരവാദങ്ങളും വീരേതിഹാസങ്ങളും ഒക്കെ രചിച്ച കടത്തനാട്ട് ഷാജി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പെട്ടെന്നൊന്നും എയറിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ 3 മാസമായിട്ടുള്ളത് നിങ്ങൾ വിചാരിക്കണം, ഓരോരോ കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട സതീശൻ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഷാജിക്കത് എയറിൽ നിന്ന് ഇറങ്ങാൻ സമയമുണ്ടാവില്ല. സത്യത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു വലിയ ഗുണമുള്ളത്, ഇപ്പോൾ ദൂരെ ഡൽഹിക്ക് പോകാനോ കണ്ണൂർക്ക് പോകാനോ ഒന്നും തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിന് ഫ്ലൈറ്റിൻ്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി എയറിലാണ്. ജസ്റ്റ് കൈകൊണ്ടൊന്ന് തുഴഞ്ഞാൽ അവിടെയൊക്കെ ചെന്ന് എത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കേരളീയരുടെ കുറച്ച് പണം വിമാനക്കൂലിയിൽ ലാഭിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവിധ ആശംസകളും. പക്ഷേ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ വിളിക്കുന്നവർ ശ്രദ്ധിക്കണം, മൈക്ക് കൊടുക്കുമ്പോൾ അത് പൊതുനിരത്തിലാകുമ്പോൾ അദ്ദേഹം ഇതുപോലെ തന്നെ വീണ്ടും പ്രസംഗിച്ചെന്നൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തോട് കയറുന്നതിന് മുമ്പ് അവരുടെ പ്രിയപ്പെട്ട അണികളും സുഹൃത്തുക്കളൊക്കെ ഒന്ന് പറയണം, താങ്കളിപ്പോൾ മന്ത്രിയാണ്, ഓക്കെ, ഡോൺ ബ്ലാബർ എന്നുള്ളതും ബ്ലാബ്ലാ അടിക്കരുത് എന്നുള്ളതും പറഞ്ഞു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തോട് വിനയപുരസരം അഭ്യർത്ഥിക്കാനുള്ളൂ. ഈ രതീഷ് ചക്രവാണിയോട് ഒന്നും തോന്നരുത്, ഞാൻ താങ്കളുടെ വലിയ ഒരു അഭ്യുദയകാംക്ഷിയാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഞാൻ വളരെ സ്നേഹപൂർവ്വം താങ്കളോട് ചില നിർദ്ദേശങ്ങൾ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മാമനോടൊന്നും തോന്നല്ലേ ഷാജിക്ക?